തെരഞ്ഞെടുപ്പുകളിൽ കാലാകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും അനുഭാവികളും രാജ്യം മുഴുവൻ ഉപയോഗിക്കുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട്. ഇങ്ങനെ ചില മുദ്രാവാക്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ ആദ്യം മനസ്സിൽ വരിക ഇന്ദിരയുടെ സുപ്രസിദ്ധമായ ഗരീബി ഹഠാവോ ദേശ് ബച്ചാവോ എന്ന മുദ്രാവാക്യമാണ്. പരമ്പരാഗതമായി കോൺഗ്രസ് പാർട്ടിയെ പിന്തുണച്ചുവെന്ന സ്വത്തുടമസ്ഥ വിഭാഗങ്ങൾ 60കളുടെ പകുതിയോടെ കൂടുതൽ വലതുപക്ഷത്തേക്ക് സ്വതന്ത്ര പാർട്ടിയിലേക്കും ജനസംഘിലേക്കും ചാഞ്ഞു തുടങ്ങിയപ്പോൾ ഇന്ത്യൻ ബഹുജനത്തെ കോൺഗ്രസ് പക്ഷത്തേക്ക് അടുപ്പിച്ചത് ഈ മുദ്രാവാക്യമാണ്. ദാരിദ്ര്യമുക്തമായ ഒരു ജീവിതം ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ സ്വപ്നമായിരുന്നു അക്കാലത്ത്. ജാതിക്കും മതത്തിനുമൊക്കെ പിന്നീടേ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. ആ മുദ്രാവാക്യം കുറുക്കിക്കൊള്ളുകയും ചെയ്തു. ഇന്ദിര 1971 പൊതു തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി. എന്നാൽ 71 കോൺഗ്രസ് പാർട്ടി 86 മുദ്രാവാക്യങ്ങളാണ് ഇത് കണക്കെ ഇങ്ങനെ ഉപയോഗിച്ചതെന്ന് കൂടി മനസ്സിലാക്കണം. അതിൽ ജനം ഓർക്കുന്ന രണ്ടാമത്തെ മുദ്രാവാക്യം വോട്ട് ഫോർ സോഷ്യലിസം, വോട്ട് ഫോർ കോൺഗ്രസ് എന്നതായിരുന്നു. എന്നാൽ ഇന്ദിരയ്ക്കെതിരെയുള്ള എതിർപ്പ് ശക്തിപ്പെട്ട സന്ദർഭത്തിലും അടിയന്തരാവസ്ഥ കാലത്തും ഈ മുദ്രാവാക്യത്തിന് പ്രതിപക്ഷം പാരഡി ഉണ്ടാക്കി. 1977 അത് ഇന്ദിര ഹട്ടാവോ ദേശ് ബച്ചാവോ എന്നായി. 77 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാപക്ഷം നിശേഷം തുടച്ചു നീക്കപ്പെടുകയും ചെയ്തു. തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമതായി അവ വോട്ടർമാരെ വൈകാരികമായും വിചാരപരമായും അഭിസംബോധന ചെയ്യാനും ആകർഷിക്കാനും ഉദ്ദേശിച്ചുള്ളവയായിരിക്കും. രണ്ടാമതായി അവ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാകണം രാജ്യത്തിൻ്റെ ഭാവി വിഭാവനം ചെയ്യുന്നതിനെ സൂചിപ്പിക്കും. വാച്ച് വേർഡുകളും ക്യാച്ച് ഫ്രേസുകളും ടാഗ് ലൈനുകളും ഫലപ്രദമായോ ഇല്ലയോ എന്നറിയുന്നത് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ്. ഉദാഹരണത്തിന് 2004 തെരഞ്ഞെടുപ്പിൽ NDA ഉപയോഗിച്ച ഇന്ത്യ ഷൈനിങ് എന്ന വാച്ച് വേർഡ്. തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ ചില വാച്ച് വേർഡുകളും ക്യാച്ച് ഫ്രേസുകളും ടാഗ് ലൈനുകളും ഉപയോഗിക്കുന്ന പതിവ് ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൻ്റെ കാലത്തേ ഉണ്ട്. 1950 ഇന്ത്യക്കാരിൽ 18% മാത്രമായിരുന്നു സാക്ഷരരായിരുന്നത്. സാക്ഷരരല്ലാത്ത ഒരു ജനതയ്ക്കിടയിലാണ് കൂടുതലായി ഇത്തരത്തിൽ ക്യാച്ച് വേർഡുകളും വാച്ച് ഫ്രേസുകളും ടാഗ് ലൈനുകളും ഫലപ്രദമാകുന്നത് എന്നതാണ് സാമൂഹ്യ മനഃശാസ്ത്രം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ പ്രൊഫഷണലുകളാണ് ഇത്തരം മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ഒരു വാച്ച് വേർഡ് വലിയ കോലാഹലത്തിന് ഇടയാക്കിയ ചരിത്രവും ഇന്ത്യയിലുണ്ട്. 62 തെരഞ്ഞെടുപ്പിലായിരുന്നു അത്. BJPയുടെ മുൻഗാമിയായ ഭാരതീയ ജനസംഘ് ഉപയോഗിച്ച ഒരു മുദ്രാവാക്യമായിരുന്നു കോളിളക്കമുണ്ടാക്കിയത്. നെഹ്റു കി മൗത്ത്, നെഹ്റുവിൻ്റെ മരണം എന്ന് ജനസംഘം പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി എന്നതായിരുന്നു മുംബൈയിലെ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. യഥാർത്ഥത്തിൽ വാഹ്രേ നെഹ്റു തേരി മൗജ് ഗർമേ ഹംല ബാഹർ ഫൗജ് എന്ന മുദ്രാവാക്യമാണ് തങ്ങൾ മുഴക്കിയതെന്ന് ജനസംഘം നേതൃത്വം പിന്നീട് വ്യക്തമാക്കി. രാജ്യാതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുന്ന സന്ദർഭത്തിൽ പട്ടാളക്കാരെ വിദേശത്തേക്ക് അയക്കുന്നതിനെ പരിഹസിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യമായിരുന്നു അത്. ചരിത്രമെഴുതിയ മുദ്രാവാക്യങ്ങൾ വേറെയുമുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്തെ ജയ് ജവാൻ ജയ് കിസാൻ, 1984 ജബ് തക് സൂരജ് ചാന്ദ് രഹേഗ ഇന്ദിരാ തേരാ നാം രഹേഗ, 2004 കോൺഗ്രസ് കെ ഹാസ് ആം ആദ്മി കെ സാത്ത് എന്നിവയാണവ. 2014 BJP ടാഗ് ലൈൻ അച്ഛേ ദിൻ ആനെ വാലെ ഹേ എന്ന ടാഗ് ലൈൻ വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഒന്നാണ്. തീസരി ബാർ മോഡി സർക്കാർ അബ് കി ബാർ 400 പാർ എന്നതാണ് ഇത്തവണത്തെ BJP ടാഗ് ലൈൻ. ജീത്തേഗ ഭാരത് എന്നതാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ കാച്ച് ലൈൻ.